2023-24 വർഷത്തിൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ 1 കോടി രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ വടക്കഞ്ചേരി ടൗണിലെ ശിവരാമ പാർക്ക് നവീകരണം പ്രവൃത്തി ആരംഭിക്കുന്നതിന് ഉള്ള നടപടികൾ ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർക്ക് എന്ന നിലയിൽ ടൗണിലെ നൂറുകണക്കിന് ആളുകൾക്ക് വന്നിരിക്കാനും കുട്ടികൾക്കുൾപ്പെടെ വന്നിരിക്കാനും സാധിക്കുന്ന ആ പാർക്ക് ഇപ്പോൾ ശോചനീയമായ അവസ്ഥയിലാണ്. കാലപ്പഴക്കത്തിൻ്റെ പ്രയാസങ്ങളുണ്ട്. പാർക്കിലെ കളിസ്ഥലമായാലും കളി ഉപകരണങ്ങളൊക്കെ ആയാലും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. അടിയന്തരമായി ഇതിൻ്റെ നവീകരണ പ്രവൃത്തികൾ വളരെ പെട്ടെന്ന് ആരംഭിച്ച് മുഴുവൻ തുകയും വിനിയോഗിച്ച് ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കണമെന്നാണ് ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി. ബഹുമാന്യനായ അംഗം ശ്രീ സുമോദ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വടക്കഞ്ചേരി ശിവരാമ പാർക്ക് ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്ന പ്രവർത്തിക്ക് ഇവിടെ 99,50,000 രൂപയുടെ പദ്ധതിയാണ്. അത് ടൂറിസം വകുപ്പ് അനുമതി നേരത്തെ നൽകിയത്. പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങളെ കൂടുതൽ വികസിപ്പിക്കുമെന്നതാണ് ഈ സർക്കാരിൻ്റെ നയം. സാർ, ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പോലുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. സാർ, കൂടുതൽ ലെഷർ സെൻ്ററുകൾ ഉണ്ടാവുകയും ഹാപ്പിനെസ് ഇൻഡെക്സ് വളരുകയും ചെയ്യണമെന്ന കാഴ്ചപ്പാടോടെയാണ് വൈവിധ്യങ്ങളായ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നത്. സാർ, പൊതു ഇടങ്ങൾ വർദ്ധിക്കുക എന്നുള്ളത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ്. സാർ, പല നിലയിലും അത് ആവശ്യമാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്ക് ഒത്തുകൂടാനും അവർക്ക് വിനോദ കേന്ദ്രങ്ങളാക്കി അതിനെ മാറ്റാനും ഒക്കെ സാധ്യമാകുന്ന നിലയുണ്ടാകണം. അതുപോലെ കുട്ടികൾ ചെറുപ്പം മുതലേ കളിച്ച് വളരണം. സാർ, കളിക്കാൻ കളിയിടങ്ങൾ, പൊതു ഇടങ്ങൾ അത് ഉണ്ടാകേണ്ടതുണ്ട്. സാർ, ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ കുട്ടികൾ അവിടെ നാളെ IM വിജയനോ മെസ്സിയോ അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറോ ആവുക എന്നുള്ളത് മാത്രമല്ല സാർ, കളിയിലൂടെ തോൽക്കാൻ കൂടി പഠിക്കുകയാണ്. സാർ, തോൽക്കാൻ പഠിക്കുക എന്നുള്ളത് പ്രധാനമാണ്. തോൽവിയിൽ നിന്നും അതിജീവിച്ച് വരിക എന്നുള്ളത് പ്രധാനമാണ്. സാർ, അതാണ് കളിയിടങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറുപ്പത്തിലേ നമ്മൾ അറിയാതെ ആ ഒരു പരിശീലനം വരുന്നത്. അതില്ലാതെ പോകുന്നത് ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ ചെറിയ ഒരു പരാജയം വന്നാൽ തന്നെ ഒരു വലിയ പ്രയാസമായി മാറുന്ന സ്ഥിതി വരുന്നുണ്ട്. സാർ, ഇതൊക്കെ പൊതു ഇടങ്ങളും കളിയിടങ്ങളും നമ്മുടെ നാടുകളിൽ വർദ്ധിക്കണമെന്നുള്ള കാഴ്ചപ്പാടാണുള്ളത്. സാർ, ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് കൊല്ലത്ത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും മന്ത്രി ശ്രീമതി ചിഞ്ചു റാണിയും നമ്മളെല്ലാവരും കൂടി പങ്കെടുത്തുകൊണ്ട് പാലങ്ങൾക്കടിയിലുള്ള സ്ഥലം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ തീരുമാനം നടപ്പിലാക്കിയത്. സാർ, അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും രാത്രി 1 മണി വരെ അവിടെ ആളുകളാണ് എന്ന് പറഞ്ഞ ആളുകൾ വിളിക്കുകയാണ്. സാർ, അപ്പോൾ പൊതു ഇടങ്ങളെ വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാനാകും അത് കാലത്തിൻ്റെ ആവശ്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട MLA മാരുണ്ട്. എല്ലാ MLA മാരോടും പറയാനുള്ളത്, പൊതുമരാമത്ത് വകുപ്പിൻ്റെ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ മണ്ഡലങ്ങളിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം. അതിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകി അവിടെ പൊതു ഇടങ്ങൾ വികസിപ്പിക്കാൻ എന്ത് ചെയ്യാനാകുമെന്നുള്ളത് നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാമെന്നുള്ളതും ഈ സഭയെ പ്രത്യേകം അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുമോദ് പറഞ്ഞ ഈ വിഷയം, ശിവരാമ പാർക്കിൽ നേരത്തെ നിശ്ചയിച്ചതനുസരിച്ചുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നുള്ളതും ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.